മാങ്ങായും തേങ്ങായും ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉള്ളി മുളക് ചമ്മന്തി. പതിവ് പോലെ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരെ വീഡിയോയിലേക്ക്. ഇതിനൊരു 15 എരിവുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 30ഓളം ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി അല്ലി, 2 ചെറിയ തക്കാളിപ്പഴം, 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിന് ചൂടായ ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ആദ്യമേ ഈ ചുമന്നുള്ളി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർക്കാം, മുറിച്ചിട്ടില്ല. ഒന്ന് എണ്ണ കിടന്നൊന്ന് വെന്ത് വരണം. ഉള്ളി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉള്ളിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഈ തക്കാളിപ്പഴവും എണ്ണക്കകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ആദ്യം കുറച്ചിടുക, പിന്നെ നമുക്ക് അരയ്ക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഉള്ളി മുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. വെള്ളം കൂട്ടാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. പിന്നെ ഉഴുന്ന് പരിപ്പ് ഇതിനകത്ത് ചേർക്കുന്നത് ഇത് ചമ്മന്തി നമ്മളെടുത്ത് വായിൽ വെച്ച് കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും ചവയ്ക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് അരയ്ക്കുമ്പോഴത്തേക്കും നല്ല പേസ്റ്റായിട്ട് അരിയണമെന്നൊന്നുമില്ല. അല്പം തരിതരി കിടന്നാലും നല്ലതാണ്. ഉഴുന്ന് പരിപ്പും കടുകും ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. എല്ലാം മൂത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉള്ളി മുളക് ചമ്മന്തി റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.